അപ്പം ഞാനിതാ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് പുറത്തേക്ക് പോകണം കേട്ടോ. അപ്പം ഞാനൊന്ന് റെഡി ആവാമെന്ന് വിചാരിച്ചു. റെഡിയായിട്ട് സുന്ദരിയായിട്ട് പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും റെഡിയാവുന്ന വീഡിയോ നമുക്ക് മസ്റ്റാണല്ലോ. ഗെറ്റ് റെഡി നമുക്ക് മസ്റ്റായിട്ടുള്ള വീഡിയോ ആണ്. അത് ഷോർട്സ് ആയിട്ടാണെങ്കിലും ലോങ് വീഡിയോ ആയിട്ടാണെങ്കിലും ഞാൻ ഇട്ടിരിക്കും ഗൈസ്. എനിക്കിഷ്ടമാണ്, ഒരുങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്തുകൊണ്ട് നമുക്കൊരു വീഡിയോ കണ്ടൻ്റ് ആയിക്കൂടാ, ഒരു കണ്ടൻറ്റ് വീഡിയോ ആക്കിക്കൂടാ. അപ്പോൾ നമുക്കിന്ന് റെഡിയാവുന്ന വീഡിയോ എടുക്കാം. എൻ്റെ ക്യാമറ ഇവിടെയാണ്, പക്ഷേ ഞാൻ ഇവിടെയാണുള്ളത്. അപ്പോൾ എനിക്ക് ഇത് രണ്ടും തമ്മിൽ മാറിപ്പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് ഗൈസ്. എനിക്ക് ഇങ്ങോട്ട് നോക്കി സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ ഇങ്ങോട്ട് നോക്കി സംസാരിച്ചാൽ നിങ്ങൾ വിചാരിക്കും എനിക്ക് കോങ്കണ്ണാണെന്ന്. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് നോക്കി തന്നെ സംസാരിക്കണം. പക്ഷെ എനിക്ക് മേക്കപ്പ് ഇടുമ്പോൾ എനിക്ക് എന്നെ നോക്കണമല്ലോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് കോങ്കണ്ണാണെന്ന് കേട്ടോ. ഞാൻ എന്നെ നോക്കി സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് സാധനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മുടെ ഡോട്ട് ആൻഡ് കീൻ്റെ മോയ്സ്ചറൈസർ ഉണ്ട്, അതിട്ട് കൊടുക്കാം. ലൈറ്റിങ്ങിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട് ഗൈസ്. ലൈറ്റിങ് കിട്ടാൻ വേണ്ടി ഞാൻ എവിടെയൊക്കെയോ വെച്ചിട്ട് എങ്ങനെയൊക്കെയോ ആണ് എടുക്കുന്നത്. പക്ഷെ ഒരു സർപ്രൈസ് വരാനുണ്ട്. ഇത് ശനിയാഴ്ച ആകുമ്പോഴേക്കും ആ സർപ്രൈസ് ഇവിടെ എത്തുമൊക്കെയാണ് കാണിച്ചേക്കുന്നത്. എത്തിയാൽ നന്നായിരിക്കും. നമുക്ക് അടുത്തത് എന്താണിത്, സൺസ്ക്രീൻ ഇടാം. നിങ്ങൾക്ക് തോന്നാറുണ്ടോ സൺസ്ക്രീൻ ഇട്ട് കഴിയുമ്പം മുഖത്ത് പ്രത്യേക ഒരു ഗ്ലോ ഉണ്ടാകുന്നത്? ഈ സൺസ്ക്രീന്, ലിപ്സ്റ്റിക്ക് ഇതൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് വേറെ ഒന്നും ഇട്ടില്ലെങ്കിലും എന്തോ ഒരു പ്രത്യേക ഗ്ലോ തോന്നും. എൻ്റെ ഓയിലി സ്കിന്നാണ് കേട്ടോ. ഓയിലി സ്കിന്നായതുകൊണ്ട് തന്നെ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്തോന്നറിയില്ല, എനിക്ക് പ്രത്യേക ഒരു ഗ്ലോ കിട്ടുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഒന്നാമത് ഈ ഓയിലി സ്കിന്നിൻ്റെ ഓയിൽ ഒലിച്ചിറങ്ങുന്നതുകൊണ്ട് തന്നെ വേറെ സെറ്റിംഗ് സ്പ്രേയുടെ ഒന്നും ആവശ്യമില്ല, നല്ല ഓയിലും ഗ്ലോയും ഉണ്ടാവും മുഖത്ത്. ആദ്യമായിട്ടായിരിക്കും ഓയിലി സ്കിന്നിന് ഇഷ്ടപ്പെടുന്ന ഒരാൾ നിങ്ങൾ കാണുന്നല്ലേ? യെസ്, ഐ എക്സിസ്റ്റ്. അപ്പം സൺസ്ക്രീനൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ, നമുക്ക് കമ്മലിട്ട് കൊടുക്കാം. വേറെ ഒന്നുമില്ല ഗൈസ്, മോയ്സ്ചറൈസറും സൺസ്ക്രീനും പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ലിപ്സ്റ്റിക്കും, പിന്നെ ഇങ്ങനെ അല്ലറ ചില്ലറ വാച്ച്, കമ്മൽ, പൊട്ട്. പക്ഷേ ഈ ഡ്രസ്സിന് പൊട്ടിൻ്റെ ആവശ്യം ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ഇതൊരു വെസ്റ്റേൺ സ്റ്റൈൽ ഡ്രസ്സല്ലേ, പിന്നെ പൊട്ടിൻ്റെ ആവശ്യമില്ല. പിന്നെ നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുന്നേ നമുക്ക് ഹെയർ സെറ്റ് ചെയ്യാം. ഞാനൊരു മണ്ടത്തരം കാണിച്ചു ഗൈസ്. ഇന്നലെ ഞാൻ എണ്ണ ഇട്ടിട്ട് മുടി കഴുകി. വല്ലാത്തൊരു മണ്ടത്തരമായിരുന്നു ഞാൻ ചെയ്തത്. പക്ഷേ ഇന്ന് എനിക്ക് പുറത്തോട്ട് പോകണമെന്നുള്ളത് ഇന്നലെ ഞാൻ ചിന്തിച്ചില്ല. അതുകൊണ്ട് ഇന്നലെ ഞാൻ ഹെയർ വാഷ് ചെയ്തു. അത് ഓയിലിട്ടിട്ട് ഹെയർ വാഷ് ചെയ്തു. നമ്മൾ ഗേൾസിന് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റില്ലേ? നമ്മൾ പുറത്തോട്ട് പോകുന്ന ദിവസം നോക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് നമ്മൾ ഹെയർ വാഷ് ചെയ്യാറില്ലല്ലോ, പ്രത്യേകിച്ച് ഓയിലിട്ടിട്ട് ഹെയർ വാഷ് ചെയ്യാറില്ലല്ലോ. പക്ഷെ ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങളിലാണ് പ്ലാനിങ്ങിൻ്റെ വില മനസ്സിലാക്കുന്നത്. മുടി ഇങ്ങനെ ശരിയാവില്ല, മുടി നമുക്ക് കെട്ടിവെക്കാം. ഓക്കെ, ഇപ്പോൾ മുടി സെറ്റായിട്ടുണ്ട്. വെളിച്ചെണ്ണ തേച്ചുകൊണ്ട് എനിക്ക് എന്നെ തന്നെ പിടിക്കുന്നില്ല ഗൈസ്. അല്ലെങ്കിലേ ഓയിലാണ്. ഇനിയിപ്പോൾ ഇത് ഒലിച്ചിറങ്ങി വന്ന് ഇവിടെയും ഇവിടെ ഒക്കെ ഓയിലായിരിക്കും. നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. നെക്സ്റ്റ് പാർട്ടാണ് എൻ്റെ പെർഫെക്റ്റ് പാർട്ട്, എൻ്റെ ഫേവറേറ്റ് പാർട്ട്. ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള, ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഫേവറേറ്റ് വോട്ടകളുടെ പെർഫ്യൂമാണ്. കുറച്ച് മെനയും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനൊന്ന് ഐലൈനർ കൂടി എഴുതി. അപ്പോൾ ഇതാ ഞാൻ റെഡിയായി സെറ്റായിട്ടുണ്ട്. അപ്പം ഇനി പുറത്തോട്ട് പോവാം. പുറത്തോട്ട് പോയിട്ടുള്ളത് വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ ഗൈസ് നമ്മളിതാ ബീച്ചിലാണ് എത്തിയിട്ടുള്ളത്. ബീച്ചിലേക്കാണ് കേട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് വേറെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വീഡിയോയിൽ ആഡ് ചെയ്തിട്ട് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് അതൊന്നും ഇൻക്ലൂഡ് ചെയ്യാണ്ടിരുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ ഈവനിങ് ആയപ്പോൾ ബീച്ചിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേ ഒട്ടക സവാരിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതേ കുറേ ഒട്ടകങ്ങളൊക്കെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയാണ് കേട്ടോ അവരുടെ സെൻറ്റർ വരുന്നത്. ആ സെൻറ്റർ പോർഷനിൽ അതിനെ കെട്ടിയിടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവിടുന്ന് നമ്മൾ കയറിയിട്ടാണ് ഇങ്ങോട്ടേക്ക്. ഇത് ഒരു എൻഡ് പൊസിഷനാണ് കേട്ടോ. ഇത് ബീച്ചിൻ്റെ ഒരു എൻഡിലേക്കാണ് നമ്മൾ നടന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ചെറിയ ഇളം വെയിലൊക്കെ ഉള്ളൊരു സമയമായിരുന്നു. ഈവനിങ് ഇങ്ങനെ സൂര്യനൊക്കെ സൺസെറ്റ് ആവാൻ വേണ്ടി പോകുന്ന സമയത്തേക്കായിരുന്നു കേട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കിടന്നിട്ട് ഉറങ്ങിയാലോ എന്ന് വരെ തോന്നിപ്പോയി. കാരണം അത്രയും നല്ല ഈവനിങ്ങത്തെ കാറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ഒട്ടകങ്ങൾ പോകുന്ന നല്ല വീഡിയോസൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒട്ടകം മാത്രമല്ല കേട്ടോ, അവിടെ കുതിരയും ഉണ്ടായിരുന്നു. കുതിരയുടെ സവാരിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ വൈകുന്നേര സമയമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ബീച്ചിൽ വന്നിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമായിരിക്കും അല്ലേ. ഈവനിംഗ് ഒക്കെ ബീച്ചിൽ വന്നിരിക്കുന്നവർക്ക് അറിയായിരിക്കും. നല്ല സുഖമാണ് ഇവിടുത്തെ വൈകുന്നേരത്തെ കാറ്റും കൊണ്ട്, ആ ഒരു ചെറിയ വെയിലൊക്കെ കൊണ്ടിട്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അധികം അങ്ങനെ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്. കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ രാത്രി ആകുമ്പോഴാണല്ലോ ബീച്ചിലൊക്കെ ആൾക്കാർ വരുന്നത്. ഈവനിങ് ഇങ്ങനെ കുറച്ച് ആൾക്കാർ വന്നിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇത് ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ മുളക് ബജി കഴിക്കണം എന്ന് ആഗ്രഹമായിട്ടായിരുന്നു ഗൈസ് ഞാൻ പ്രധാനമായിട്ട് ഇവിടെ വന്നത്. പക്ഷേ ഇവിടെ അതൊന്നും ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. വൈകുന്നേരം ആയി വരുന്നേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.